എനിക്ക് നിന്നോടല്പം സംസാരിക്കണം. ഇവിടെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കണം. പ്രായത്തിൽ കവിഞ്ഞ പക്വത നിനക്കുണ്ടെന്ന് നിന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് അച്ഛൻ്റെ മരണശേഷം എനിക്ക് മനസ്സിലായി. ഇന്നേ വരെ ഒരു കാര്യവും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. എല്ലാം നീ തന്നെ അറിഞ്ഞു ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുക. മേനോ സാറ് പറഞ്ഞ കേസ് നീ അന്വേഷിക്കണം. ഒരു ശ്രമം, അത്രേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാൻ നിർബന്ധിക്കില്ല. എൻ്റെ ഈ അപേക്ഷ നിരസിക്കാനും സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പറ്റുമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മോനത് ചെയ്തു തരണം. മിസ്റ്റർ മേനോൻ, എന്താണിത്? സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ലീവ് എടുത്ത് കള്ളു കുടിച്ച് നടക്കുന്ന ഒരുത്തനെ പിടിച്ച് കേസ് ഏൽപ്പിക്കുക. ഹൗ റെഡിക്കുലസ്. വിത്ത് ഓൾ റെസ്പെക്ട് സർ, സാമലക്സ് ഒരു കാലത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദികളാണ്. മിസ്റ്റർ DGP, വാട്ട് ഹാപ്പൻ ടു ഹിം? കുറ്റബോധവും സെന്റിമെന്റ്സും ഒക്കെ. മിസ്റ്റർ മേനോൻ, സാമലക്സ് എന്ന ഉദ്യോഗസ്ഥൻ പണ്ടാരായിരുന്നു എന്നതിന് ഇപ്പോൾ പ്രസക്തിയില്ല. പ്രസന്റ്ലി വാട്ട് ഈസ് ഹി കേപ്പബിൾ? അയാളിൽ നിന്ന് 100% എഫിഷ്യൻസി ലഭിക്കുമെന്ന് മിസ്റ്റർ മേനോൻ ഉറപ്പുണ്ടോ? മിസ്റ്റർ മേനോന് പോലും ഉറപ്പില്ല. Then I am sorry to say, this is a stupid move. അതിനെ നിങ്ങളും അനുകൂലിച്ചതാണ് എന്നെ ഞെട്ടിച്ചത്. സാർ, നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനൊന്നും മേനോന് പ്ലാനില്ല. ഒന്നുകിൽ ഈ ടീമിലേക്ക് സാമിനെ ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സാമിൻ്റെതായ ഒരു അൺഅഫീഷ്യൽ പാരലൽ എൻക്വയറി. പക്ഷെ ഈ പത്രത്തിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം സാമിനെ ഏൽപ്പിക്കുന്നു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. സർ, they are misinformed. By whom? അറിയില്ല സർ. മിസ്റ്റർ മേനോൻ, താങ്കളുടെ ഉദ്ദേശശുദ്ധിയെ സർക്കാർ അംഗീകരിക്കുന്നു. പക്ഷെ മീഡിയ, അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിനെ മുഴുവൻ ബാധിക്കും. ആരെങ്ങനെ അന്വേഷിച്ചാലും I need positive result. I know sir. I will take the responsibility. Mr. DGP, now the ball is in your court. ഒരു മിലിറ്ററി കമാൻഡോ ഓപ്പറേഷനെ വെല്ലുന്ന പ്രകടനം. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശംസ. എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓണേർഡ് ബൈ ദിസ് ഇൻസിഡന്റ്. അന്ന് കൊല്ലപ്പെട്ട ഒരു ഭീകരന്റെ സഹോദരൻ രക്ഷപ്പെട്ടിരുന്നു. ഒരു റിട്ടാലിയേഷൻ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങളും പുറത്തുവിട്ടില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ IBയുടെ റിപ്പോർട്ട് വന്നു. സാമിനും കുടുംബത്തിനും നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. എല്ലാവിധ പ്രൊട്ടക്ഷനും ഞങ്ങൾ നൽകി. ഒരു വർഷത്തോളം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ്റെ സീരിയസ്നെസ്സും കുറഞ്ഞെന്ന് വേണം കരുതാൻ. സാമിൻ്റെ ഭാര്യയും കുഞ്ഞും രക്ഷപ്പെട്ട ആ ഭീകരൻ്റെ കയ്യിലായി.
Put your gun down. I said put your gun down, Mr. Sam Alex. സാം, Nothing, Gina. Nothing. Nothing is going to happen. ഡാഡി ഒന്നുമില്ലടാ. ഡാഡി ഇവിടെ ഉണ്ട്. ഒന്നുമില്ല. തോക്ക് താഴെ ഇടാൻ മിസ്റ്റർ സാം. No, no, no. 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 അവരെ ഒന്നും ചെയ്യരുത്. അവരെ ഒന്നും ചെയ്യരുത്. This is between you and me. This is just between you and me. അവരൊന്നും ചെയ്തിട്ടില്ല. They are innocent. So was my brother. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ അറിയണം. അതാണ് നിനക്കുള്ള ശിക്ഷ. ലോകത്തിലൊരു അച്ഛനും ഒരു ഭർത്താവും കാണുതാത്ത കാഴ്ച അവൻ കണ്ടു. അവനെ മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും അവൻ്റെ ഇന്നത്തെ അവസ്ഥയെ കുറ്റപ്പെടുത്താനാവില്ല. എനിക്ക് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നു സർ. നിങ്ങളൊരു പത്രപ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കടമ ചെയ്തു. പക്ഷേ ആരാണ് നിങ്ങളെ തിരിധരിപ്പിച്ചത്? അതാണ് എനിക്കറിയേണ്ടത്. അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. അങ്ങനൊന്നുമില്ല സർ. SP വിനോദ് കൃഷ്ണയാണ് എനിക്ക് വിവരം തന്നത്. ഞാൻ ഊഹിച്ചു. SP വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു. സത്യം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കാൻ വരുന്നില്ലേ? ഞാൻ അന്വേഷിച്ചു സർ. അപ്പോൾ സാം ഓഫീസിൽ വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത്. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. നൗ ഐ ഹാവ് വൺ റിക്വസ്റ്റ്. അവനെ ഉപദ്രവിക്കരുത്. ലെറ്റ് ഹിം ട്രൈ. അവൻ ഈ കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ സാധിച്ചാൽ എക്സ്ക്യൂസ് മീ. ഞാൻ വർഷ മാത്യൂസ്. ഞാനൊരു ജേർണലിസ്റ്റാണ്. അതുകൊണ്ട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ. ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കണം, 2 മിനിറ്റ് മതി. ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇതെന്റെ കുടുംബ സ്വത്തൊന്നുമല്ല. ഐ എം സോറി. ഞാനാണ് പത്രത്തിൽ. ഓ, നന്ദിയുണ്ട്. ഈ കേസ് അന്വേഷണത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നോ, സാം തന്നെ അത് അന്വേഷിക്കണം. I don't take orders.